അമ്മ മലയാള സിനിമാ താരങ്ങളുടെ ഒരു സംഘടന. അഭിനേതാക്കൾ, അഭിനേത്രികൾ എല്ലാം ഉണ്ട്. മോഹൻലാലും ഇന്നസെന്റും ഒക്കെ ആയിട്ട് തലപ്പത്തിരുന്ന ഇപ്പോൾ ശ്വേതാ മേനോൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിത പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് കുക്കു പരമേശ്വരൻ, അതുപോലെയൊക്കെയുള്ള താരങ്ങൾ സെക്രട്ടറിയൊക്കെ വരുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അമ്മയിൽ വലിയ അഴിമതി ആരോപണങ്ങൾ, വലിയ താരങ്ങളെ വലിച്ചു താഴെയിടുന്നു, കുറേ വിഴുപ്പലക്കളിൽ നടക്കുന്നു. സത്യം എന്ത് കള്ളമെന്തെന്ന് നമുക്ക് വ്യക്തമല്ല ഇപ്പോഴും പൂർണ്ണമായിട്ടും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ താരതമ്യേന ജൂനിയർ തലത്തിൽ നിന്ന രണ്ട് താരങ്ങൾ തമ്മിലുള്ള തമ്മിലടി. ഒന്ന് ലക്ഷ്മിപ്രിയ, ഒരിടത്ത് അൻസിബ. ഈ അൻസിബയുടെ പല നീക്കങ്ങളുമാണ് ഇപ്പോൾ താരസംഘടനയിലെ പല പ്രശ്നങ്ങളെയും പുറത്തു കൊണ്ടുവന്നതെന്ന് വേണമെങ്കിൽ പറയാം. അൻസിബ ഇത്രയും ഒക്കെ ചെയ്യാനും മാത്രം കരുത്തുറ്റ ഒരു നടിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. താരതമ്യേന ജൂനിയർ നടിയാണ്. അങ്ങനെയുള്ള ഒരു നടിക്ക് അതൊക്കെ ചെയ്യണമെങ്കിൽ, എന്തിന് ശ്വേതാ മേനോനെ പോലും വിറപ്പിക്കണമെങ്കിൽ, ശ്വേതാ മേനോൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വനിതാ നടി തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇവർ അഭിനയിച്ച പണ്ടൊരു പരസ്യചിത്രത്തിൽ അഭിനയിച്ച് വലിയ കോളിലൊക്കെ ഉണ്ടാക്കി. പിന്നീട് ഇവർ പ്രസവിക്കാൻ കിടക്കുന്ന ഒറിജിനൽ രംഗങ്ങൾ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായി. ഒരു MP കൊല്ലത്ത് ഒരു വള്ളംകളി ചടങ്ങിൽ ഇവരുടെ അടുത്ത് മോശമായി പെരുമാറി എന്നും പറഞ്ഞ് ഇടപെട്ടു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ശ്വേതാ മേനോൻ ഒരു കരുത്തുറ്റ താരമാണ്. പക്ഷെ ശ്വേത തന്നെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ അമ്മയിൽ നിന്ന് കരഞ്ഞു പോയിട്ടുണ്ട്, എന്നെ സംസാരിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ ഇവരെയൊക്കെ വെല്ലുവിളിക്കാൻ മാത്രം ഒരു താരമായിട്ട് അൻസിബ വളർന്നു. കാരണം ഇപ്പം ടിനി ടോമിനെതിരെ പോലീസ് കേസെടുത്തു. അതിനും കാരണം അൻസിബയാണ്. ലക്ഷ്മിപ്രിയ അതിനെ പ്രതിരോധിക്കുന്നൊക്കെയുണ്ട്. സത്യവും കള്ളവും എന്നറിയില്ല. മാഷ് നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഈ അമ്മയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, അമ്മയിലെ ഈ നീക്കങ്ങളൊക്കെ വളരെ ദുരൂഹമാണെന്ന് മാത്രമല്ല, വിചിത്രമാണ്, അത്ഭുതകരമാണ്. ഇപ്പോൾ അമ്മയിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അമ്മയിലെ മഹാശക്തികൾ വളരെ കനത്ത നിശബ്ദതയിലാണ്. പവർഫുള്ളായ അതിശക്തന്മാരായ വമ്പന്മാരായ ഒന്നാം നിരം മിണ്ടുന്നില്ല. ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാ. നമ്മളെ ഈ ചോദ്യം, അൻസിബ എന്തുകൊണ്ട്, അല്ലെങ്കിൽ അൻസിബ ആരാണ്, അൻസിബ എങ്ങനെയാണ് ഇത്രയേറെ പവർഫുൾ ആകുന്നത് എന്ന ചോദ്യത്തിന് പല വഴിക്ക് ഉത്തരങ്ങൾ അന്വേഷിക്കാം. ഒന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ അമ്മയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെൽപ്പുള്ള സൂപ്പർ സ്റ്റാറുകൾ മിണ്ടാതിരിക്കുന്നു. ആദ്യം മിണ്ടാതിരിക്കുന്ന നടന്റെ പേര് മമ്മൂട്ടി എന്നാണ്. എത്ര സമർത്ഥമായിട്ടാണ് അദ്ദേഹം മൗനം പാലിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര അദ്ദേഹത്തിന് ഈ വേണമെങ്കിൽ അദ്ദേഹം പറയുന്ന എല്ലാ നടന്മാരും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, മമ്മൂട്ടിയും പറയുന്നുണ്ട്, ആളുകളൊക്കെ കാരുണ്യമാണ് പ്രധാനം. അങ്ങനെയാണെങ്കിൽ അമ്മ എന്ന സ്ഥാപനം ഉണ്ടായത് തന്നെ അതിനാണല്ലോ. അവശന്മാരായ കലാകാരന്മാർക്ക്, ഈ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആക്ടേഴ്സ് ആണല്ലോ, ഈ അതിൽ ദുർബലരായി കിടക്കുന്ന, അവശരായി കിടക്കുന്ന കലാകാരന്മാർക്ക് കൈനിട്ടം എന്ന പേരിൽ, അതും സഹായധനം എന്നൊന്നും പറയാതെ കൈനിട്ടം എന്ന പേരിൽ എല്ലാ മാസവും കൊടുത്തിരുന്ന വരുമാനം ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് കണ്ണീരോടെ പലരും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായി വന്നൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനം ഉണ്ടാക്കിയെടുത്തതിൽ തീർച്ചയായിട്ടും ഒന്നാം നിര നമ്മുടെ ഇന്ന് നിലനിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്ന മമ്മൂട്ടി, പിന്നെ അത് കഴിഞ്ഞ് മോഹൻലാൽ അതിന്റെ പ്രസിഡന്റ് തന്നെയായി വന്നു. ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നാം നിര ഏതാണ്ട് മാറി നിൽക്കുകയും രണ്ടാം നിരയിലെ നേതാക്കന്മാർ ഇതിന്റെ തലപ്പത്ത് വരികയും ചെയ്തു. സിദ്ദിഖ്, ആ ടീം, ഇടവേള ബാബു, ആ ടീമുണ്ടല്ലോ. അപ്പോഴും ഒരു നിശ്ചിത ദൂരത്ത് ഒരു കാലത്ത് ഇതിന്റെ ഉള്ളിൽ ഇവരുടെ ഒക്കെ ശക്തിയായി നിറഞ്ഞു നിന്ന ഒരാളാണ് ദിലീപ്. ഓർമ്മയില്ലേ? ദിലീപ്, സത്യത്തിൽ ദിലീപുമായി ബന്ധപ്പെട്ട ഒരു കേസിനെ തുടർന്നാണല്ലോ ഇതിനകത്ത് യഥാർത്ഥത്തിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി തുടങ്ങുന്നത്. അപ്പൊ ദിലീപ് നിന്ന കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ, അമ്മ വലിയ സ്റ്റാർ നൈറ്റുകൾ നടത്തുന്നു, വലിയ ഷോകൾ നടത്തുന്നു, TV ചാനലുകളും കോടികൾ മുടക്കിയത് സംഘടിപ്പിക്കുന്നു, വലിയ ഇവന്റുകൾ നടക്കുന്നു. മാത്രമല്ല ഇവർ സ്വന്തമായൊരു സിനിമ നിർമ്മിച്ചു. അത് നിർമ്മിക്കുന്നത് ദിലീപാണ്. ആലോചിച്ച് നോക്കൂ, ഇത്രയും താരങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഇവരുടെയൊക്കെ മുതലാളിയായിട്ട് ദിലീപ് മാറിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ഇനിയിപ്പോ രണ്ട് സൂചനകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അൻസിബ ഉയർത്തിയ ഒരു ഇഷ്യൂ എന്താ? മലയാള സിനിമക്കകത്ത് മുസ്ലിം വിരുദ്ധമായ തെറിപ്രയോഗങ്ങൾ വരുന്നു. ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ മലയാള സിനിമക്കാർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു തെറിയുമില്ലല്ലോ, എന്തെല്ലാം വിളിക്കാം. അവർക്കറിയാം, പറഞ്ഞിട്ടാണ് നമ്മൾ തെറി പഠിക്കുന്നത്. നമ്മളെ കുട്ടികളൊക്കെ തെറി പഠിക്കുന്ന മലയാള സിനിമ കണ്ടിട്ടാ. മറ്റേ ചുരുളി, എന്താ പടമില്ലേ, തെറി മാത്രമുള്ള സിനിമ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിനിമകളുണ്ട്. പക്ഷേ ഒരു തെറിവാക്ക് ഇതുവരെ മലയാള സിനിമയിൽ നീ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം മലയാള സിനിമയിൽ ഒരാൾക്ക് ദേഷ്യം വരുമ്പോ ജിഹാദി എന്ന് വിളിച്ചു എന്നാ. അയാൾ എന്നെ ജിഹാദി എന്ന് വിളിച്ചു എന്നാണ് കേസ്, അൻസിബയുടെ കേസ്.
ടീനി ടോമിനെതിരായിട്ടാണ് വരുന്നത്. ഇത് ഏത് കാലത്താ? വളരെ കൃത്യമാണ് കേട്ടോ, കാലികമാണ്. ഒന്ന് ഒരു പക്ഷേ മുസ്ലിങ്ങളെ ജിഹാദി എന്ന് വിളിക്കുന്നതിൽ ഒരു പക്ഷേ ഇന്നിപ്പോ കേരളത്തില് ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിന് വലിയ താല്പര്യങ്ങളുണ്ട്. അതായത് മുസ്ലിം വിരുദ്ധമായ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പും വളർന്നു വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ക്രിസംഗി എന്നൊക്കെ വിളിക്കുന്ന ഒരു ഗ്രൂപ്പ്, എന്ത് പേരിട്ട് വിളിച്ചാലും അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ആലോചിച്ചു, കൃത്യസമയത്ത് ടിനി ടോമിനെയാണ് ഇതിന് പിൻ പോയിന്റ് ചെയ്യുന്നത്. ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നിട്ടുള്ള ഒരു സ്വത്വവാദം പോലെയാണ്, അങ്ങനെ ഉണ്ടല്ലോ, ഒരു കൾച്ചറലായിട്ടുള്ള ഒരു തരം പ്രതിരോധമോ പ്രതിഷേധം പോലെയാണ് അവൾ ഇത് ഉന്നയിക്കുന്നത്. അവൾക്ക് നേരെ അത് ഉന്നയിക്കപ്പെട്ടു എന്നാണ് പുറത്തു വരുന്നത്. ഒരു കാര്യം അതാണ്. ഇത് രണ്ടും ഓർക്കേണ്ടതാണ്. ഞാൻ പറയുന്നതിന്റെ പിന്നിൽ ആരുണ്ട് എന്ന ചോദ്യത്തിന് ആരൊക്കെ ആവാം എന്നതിന്റെ സൂചനയാണ്. സൂചന നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ മുമ്പിൽ ഇപ്പൊ തെളിവുകളൊന്നുമില്ല. ഒരു സൂചന അതാണ്. രണ്ടാമത്തെ സൂചന എന്താ? ഈ കുട്ടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവര് ആരാണ് സത്യത്തിൽ? ആർക്കും അൻസിബ അറിയാലോ, നമ്മളൊരു ബാലനടിയായിട്ട് കണ്ടതാണ് മറ്റേ ദൃശ്യം. അപ്പോ അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ റോളുകളിലൊക്കെ ഇവരുള്ളൂ. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം ഉള്ളത് പറയണം. അവർ പറയുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ട്, വ്യക്തതയുണ്ട്. അത് കോടതിക്കും ഉരുണ്ട് കളിക്കുന്നൊന്നുമില്ല. ആര് ചോദിച്ചാലും വേറെ മറിച്ച് പറയാനൊന്നുമില്ല. അവർ പറയുന്നുണ്ട്, അതിൽ ക്ലാരിറ്റി ഉണ്ട്. അത് കോടതിക്കും ബോധ്യം വന്നുകൊണ്ടാണ് ഇപ്പൊ ടീനി ടോമിനെതിരെ അവരെ കേസെടുക്കേണ്ടി വരുന്നത്. അവര് ഞാൻ കേട്ടത്, അതിൽ പങ്കെടുത്ത ആളുകൾ തന്നെ, നമ്മൾ ചില സുഹൃത്തുക്കൾ പറയുന്നത്, അമ്മയിലെ അംഗങ്ങൾ തന്നെ പറയുന്നത്, അമ്മയുടെ ജനറൽ ബോഡിയിൽ അവരുടെ പ്രസംഗം ഗംഭീരമായിരുന്നു അത്രേ. അവർക്ക് അവസരം കൊടുത്തല്ലോ. അമ്മയ്ക്കകത്ത് ഇവർ രാജി കൊടുത്തു. അത് വലിയ വിവാദമായപ്പോ അത് പരിഹരിക്കാൻ വേണ്ടി ഇവർക്ക് കൊടുത്ത ഒരു അവസരം എന്താ? ജനറൽ ബോഡിയിൽ വിശദീകരിച്ചോളൂ എന്നാ. ജനറൽ ബോഡിയിൽ ആ കുട്ടിയുടെ വിശദീകരണം മുഴുവൻ പേരും സമ്പൂർണ്ണ സൈലന്റായി കേട്ടിരുന്നു എന്നാ. ഏറെക്കുറെ അത് ഈ രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അമ്മയിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന ബോധ്യം ജനറൽ ബോഡിക്ക് വന്നു. ഒന്ന്, ഇതൊന്നും പരിഹരിക്കാൻ നിലവിലുള്ള ലീഡർഷിപ്പിന് കഴിയുന്നില്ല എന്ന് ബോധ്യം വന്നു. ഈ നിലവിലുള്ള ലീഡർഷിപ്പ് ആണെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ തമ്മിൽ വ്യക്തിപരമായ വൈരാഗ്യം അല്ലെങ്കിൽ വ്യക്തിപരമായ ഈ അലക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് നമ്മൾ പറയുന്ന ശ്വേതാ മേനോനൊക്കെ ഒരു ഭാഗത്ത് ഒരുപാട് അപാരമായ കാലിബറുള്ള നടിയാണ്. പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾ എടുക്കുമ്പോൾ, ഈ പേഴ്സണൽ ഇന്റഗ്രിറ്റി എടുക്കുമ്പോൾ ഇവരൊക്കെ കൊച്ചാവുകയാണ്, ചുരുങ്ങിപ്പോവുകയാണ്. അപ്പുറത്ത് കുക്കു പരമേശ്വരനാണ്, പിന്നെ ലക്ഷ്മിപ്രിയയാണ്. ഇവരൊക്കെ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, ഗൗരവമുള്ള കാര്യങ്ങളല്ല. അത് വന്നു. ഇതിന്റെ കൂട്ടത്തിലാണ് ഇവരുടെ വരവ് ചെലവ് കണക്ക് വായിക്കുന്നതിന് മുമ്പേ തള്ളിക്കളഞ്ഞു. ഇത് ശരിയല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അപ്പോ ഇതില് അൻസിബ ഉയർത്തിക്കൊണ്ടുവന്ന ആ പ്രസംഗത്തോടു കൂടി അൻസിബ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് ആ ജനറൽ ബോഡി കഴിയുമ്പോഴേക്ക് തോന്നി. പ്ലസ് ഒറ്റ കാര്യം കൂടി, ഇനിയാണ് ആരാണ് അൻസിബയ്ക്ക് പിന്നിൽ എന്ന ചോദ്യത്തിലേക്ക് സൂചന നൽകുന്ന ഒരൊറ്റ കാര്യം കൂടിയുണ്ട്. ഈ കുട്ടി ഇപ്പോഴും ഉയർത്തുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, ആരും അഡ്രസ് ചെയ്യാത്തൊരു ഇഷ്യൂ. ശ്വേതാ മേനോൻ ഇങ്ങനെ ഈ മാറി മാറി നിലപാടുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും, ഞാൻ രാജിവെച്ചു, പ്രാഥമിക അംഗത്വത്തിൽ രാജിവെച്ചു പോയി എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാ. ഇപ്പൊ പറയും ഞാൻ രാജിവെച്ചിട്ടില്ല. ആരാ രാജിവെച്ചത്? എന്നെ ആരാ പുറത്താക്കുക? അഡ്ഹോക് കമ്മിറ്റിയുടെ അത് ഭരണഘടനയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് കോടതി പോയത്. ഭരണഘടന ഒരു കടലാസാണ്, അതിൽ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാവില്ല. ചിലപ്പോ അതായിരിക്കുമല്ലോ കോടതി അംഗീകരിച്ചു. അഡ്ഹോക് കമ്മിറ്റി നിയമവിരുദ്ധമാണ് എന്ന് കോടതി വിധിച്ചു. അതോടുകൂടി ഗണേഷ് കുമാറും പിഷുവും ഒക്കെ അദ്ദേഹത്തിന്റെ അവരെ വഴിക്ക് പോയി. മാത്രമല്ല അതിനിടയിൽ ഇദ്ദേഹം പിഷാരടി ഇവരുമായി ശ്വേതാമേനുമായിട്ട് നടത്തിയ സംഭാഷണം വല്ലാതെ വൾഗറായിട്ട് ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നുന്നു അത് ഞാനും നീയും ഒക്കെ തമ്മിൽ വ്യക്തിപരമായി ഫോൺ ചെയ്യുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ എന്ത് തോന്നിയാസം പറയാലോ നമുക്ക്. ഞാൻ നിന്നോട് ചോദിക്കേണ്ട അന്ന് എന്തേ വൈഫ് വന്നില്ലേ, അപ്പൊ ഇന്നിപ്പോ അവിടെ പട്ടിണിയാണല്ലേ എന്ന് ഞാൻ പറഞ്ഞാൽ അത് നീയും ഞാനും തമ്മിലുള്ള ആത്മബന്ധം അനുസരിച്ച് അത് തെറിയല്ല, നാട്ടുകാർ കേൾക്കുമ്പോൾ തെറിയാണ്. അപ്പൊ അങ്ങനെ അതിലൊന്നും ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഒടുവിലത്തെ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഈ കുട്ടി ഇപ്പോഴും ഉയർത്തുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? അമ്മ നടപ്പാക്കുമെന്ന് പറഞ്ഞ ഒരു വാക്ക്, ഒരു കാര്യം ഇപ്പോഴും നടപ്പാക്കാത്തത് എന്താണ്? സ്ത്രീകൾക്ക് വലിയ മേധാവിത്വമുള്ള കമ്മിറ്റി വന്നല്ലോ. എന്തായിരുന്നു ഈ കമ്മിറ്റിയുടെ ആദ്യത്തെ പത്രസമ്മേളനത്തിലെ വാഗ്ദാനം? ആദ്യ ജനറൽ ബോഡി തീരുമാനം എന്തായിരുന്നു? അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരും എന്നായിരുന്നല്ലോ. എവിടെ എന്നാ ചോദ്യം. എന്താ ഇതുവരെ മിണ്ടാത്തത്? അപ്പൊ ഇതിനർത്ഥം അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളുടെ പിന്നിൽ ഇപ്പൊ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ആരൊക്കെ ആവാം? തീർച്ചയായിട്ടും ദിലീപ് അല്ല, ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ സിനിമകൾ
പിഷാരടി ഒരു വാക്ക് ഓർക്കുന്നുണ്ടോ? ഉം. ദിലീപിനെ നമ്മൾ തിരിച്ചെടുത്താലും ജനം തിരിച്ചെടുക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതെ അതെ, ദിലീപ് ഇപ്പൊ ദിലീപിനെ കുറ്റവിമുക്തനായി, പക്ഷെ എന്നിട്ടും ജനം വിശ്വസിക്കുന്നില്ല. കോടതി കുറ്റവിമുക്തനാക്കി, ജനം വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി ദിലീപിനെ സത്യത്തിൽ മലയാളം തോൽപ്പിച്ചു കളഞ്ഞല്ലോ. നമ്മൾ ആരെങ്കിലും അത് ഓർത്തോ? കോടതി വെറുതെ വിട്ടു, അതെ, ജനങ്ങൾ വെറുതെ വിട്ടില്ല. ഇല്ല. കാരണം അത്രയേറെ ജനങ്ങളുടെ മനസ്സിൽ ദിലീപിനെതിരായ ഒരു കുറ്റപത്രമുണ്ട്. ആളുകളുടെ മനസ്സിലതങ്ങ് ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇറങ്ങി. ദിലീപിന് എല്ലാ സിനിമകളും പരാജയപ്പെട്ടല്ലോ. ഇപ്പൊ അയാൾക്ക് സിനിമ എടുക്കാൻ മടിയാണെന്ന് പറയുന്നു, പേടിയാണെന്ന് പറയുന്നു, കാശ് കണ്ടുകൊണ്ട് കളയുകയാണ്, വലിച്ചെറിയും. അപ്പോ ആ ധാരണ വന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ അമ്മയെ, യഥാർത്ഥത്തിൽ അമ്മയിൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഇഷ്യൂസ് ഒക്കെ, സ്ത്രീകൾക്ക് രംഗത്ത് വരാൻ പോലും അവസരം കിട്ടിയത് എവിടുന്ന? ദിലീപിന്റെ ഇഷ്യൂ, അതുണ്ടാക്കിയ കോലാഹലങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന് മുമ്പിൽ സിനിമാ നടന്മാരും നടിമാരും കൊടുത്ത മൊഴി കൊടുത്തു കഴിഞ്ഞിട്ട് കേസെടുക്കാൻ പോകുമ്പോൾ സാക്ഷി പറയാനുള്ള മടി, പേടി, ഒരു പ്രേതം ഇതിനകത്തുണ്ടല്ലോ. അതെ. ആ പ്രേതത്തെ വകവരുത്തിയേ തീരൂ എന്ന് തീരുമാനിച്ച ആരാവാം ഇതിന്റെ പിന്നിൽ? നമുക്ക് ആരുടെയും പേര് പറഞ്ഞൂടാ. ദിലീപ് ശരിയല്ല എന്നും ദിലീപിന്റെ കേസ്, ഇപ്പൊ ദിലീപിന്റെ കേസിൽ ദിലീപിനെ വെറുതെ വിട്ടാലും, വെറുതെ വിട്ട വിധി വന്നപ്പോഴും, അതിനു മുമ്പ് വിചാരണ നടക്കുമ്പോഴും, ദിലീപിന് അനുകൂലമായി ആരൊക്കെ മലയാള സിനിമയിൽ അഭിപ്രായം പറയുമ്പോഴും ഒക്കെ രംഗത്ത് വന്നൊരു ഗ്രൂപ്പുണ്ട്. അതൊരിക്കലും ഈ നമ്മൾ പറഞ്ഞ WCC അവര് മാത്രമൊന്നുമല്ല, മിണ്ടാതിരിക്കുന്നവരുമുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ആ പ്രശ്നത്തിലെ ഒന്നാം കക്ഷി എപ്പോഴും മഹാമൗനത്തിലാണല്ലോ. അത് മഞ്ജു വാര്യരല്ലേ? മഞ്ജു വാര്യർ എന്താ മിണ്ടാത്തത്? അൻസിബയ്ക്ക് ഇത്രയേറെ കേസുകൾ നടത്താൻ, ഈ ഇഷ്യൂ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക സഹായം എവിടുന്നാണ്? ചില മൗനങ്ങൾ പൂരിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് അവിടെ അത്രേ പറഞ്ഞു വെക്കാൻ പറ്റും. കാരണം ഇത് 2-3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, തെളിവുകളൊന്നുമില്ല. 2, നമ്മുടെ പൊതുജീവിതത്തിലെ വലിയ പ്രമുഖരായ താരങ്ങളാണ് ഇതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. മൂന്നാമത്തെ പോലീസിന്റെയും കോടതിയുടെയും ഒക്കെ പരിധിയിൽ കോടതിയുടെയും സബ് ജുഡീസ് ആണ്, കോടതിയുടെയും കേസിന്റെ അന്വേഷണത്തിന് മുമ്പിലിരിക്കുന്നതാണ്. അൻസിബയുടെ പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഇങ്ങനെ വളരെ പ്രതീകാത്മകമായ ചില മൗനങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ട്. ആ മുഴങ്ങുന്ന മൗനം ഉണ്ടല്ലോ, അത് പ്രേക്ഷകർ കാണട്ടെ.